നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ ചേർക്കാത്ത ഒരു കുറുകിയ മീൻ കറിയാണ്. അതിന് ഞാൻ 1/2 കിലോയുടെ അടുത്ത് മീൻ എടുത്തിട്ടുണ്ട്. കേരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുഴപ്പമില്ല, ഏത് മീനായാലും നമുക്ക് ഈ കറി വയ്ക്കാൻ ഉപയോഗിക്കാം. ഇനി ഞാൻ ഒരു 3 ടേബിൾ സ്പൂണിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിക്കണേണ്. അത് പൊട്ടി വരുമ്പോൾ അല്പം ഉലുവ, 1/4 ടീസ്പൂൺ കടുകാണ് എടുത്തത്. 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം, 2 ഉണക്കമുളക് ഇടാം. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി കുറച്ചധികം ചേർത്താലാണ് ടേസ്റ്റ്. ഞാനിവിടെ ഒരു ചെറിയ കുടം വെളുത്തുള്ളി ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാൻ ഒരെണ്ണത്തിൻ്റെ പകുതിയും കൂടി എടുത്തിട്ടുണ്ട്. അത് കാണിക്കാം അതിൻ്റെ അളവ്. ഇത് എത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചതച്ചാണ് എടുത്തത്. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുവിധം മുരിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ ഉള്ളി ഇടണത്. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നതാണ് ടേസ്റ്റ്. ഉള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി 2 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി. 2 ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി എടുത്തു. 1 ടീസ്പൂൺ സാദാ മുളക് പൊടി എടുത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി എടുത്തു. നന്നായിട്ട് ഒന്ന് നനച്ചെടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നനച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കറി വെക്കുമ്പോൾ ആദ്യം തന്നെ ഈ പൊടികളെല്ലാം നനച്ചും വയ്ക്കണം. കൊടംപുളി, ആവശ്യത്തിനുള്ള കൊടംപുളി കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കണം. അത് ആദ്യം തന്നെ ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി പണികളിലേക്ക് കടക്കാനായിട്ട്. ഇതിപ്പോൾ നിങ്ങളെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് വൈകി ഇത് നനച്ച് വെച്ചത്. ഒരു 10 മിനിറ്റ് ഇരുന്നാൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒരുവിധം മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ നിർത്താതെ ഇളക്കണമെന്നില്ല. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചേക്കണ കാരണം അങ്ങനെ പെട്ടെന്നൊന്നും അടിയിൽ പിടിക്കില്ല. ഇനി നമുക്ക് തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളിയും ശരിക്കും അലിഞ്ഞു വരണം, നല്ല സോഫ്റ്റ് ആവണം. നമുക്ക് എന്നിട്ട് അതൊന്ന് ഉടച്ചെടുക്കണം. കറിയുടെ തിക്നെസ് ഒന്നും കൂടെ കൂടാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം മൊരിച്ചൊക്കെ എടുക്കുന്നത്. തക്കാളിയും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് തക്കാളി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതും നന്നായിട്ട് കുറേ നേരം, ഒരു 3-4 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. 3-4 മിനിറ്റ് അല്ല, പൊടി ഇടുമ്പോൾ നന്നായിട്ട് സിമ്മിൽ വയ്ക്കണം. കൊടംപുളി നേരത്തെ തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാണ്. ഒരു 3 കഷ്ണം കൊടംപുളി എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് അല്പം വലിയ കഷ്ണങ്ങളാണ് എടുത്തത്. ശരിക്കും പിന്നെ 4 കഷ്ണം കൊടംപുളി വേണം. എൻ്റെ ഇത് പുളിക്ക് ഭയങ്കര പുളിപ്പുള്ള കാരണമാണ് ഞാൻ 3 കഷ്ണം എടുത്തത്. നിങ്ങളുടെ കയ്യിലുള്ള പുളിയുടെ പുളിപ്പനുസരിച്ച് എടുത്താൽ മതി. ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ കുത്തെല്ലാം പോകണം. ഇതിങ്ങനെ പതുക്കെ കിടന്ന് എണ്ണയിൽ കിടന്നൊന്ന് ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരില്ല, അതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങണം. അതുവരെ നമുക്ക് വഴറ്റണം. ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയാൽ മതി. നമുക്ക് ഈ പാത്രം കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അത് ഒഴിക്കാം. അപ്പോൾ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്ന പോലെ വരട്ടെ ഈ പൊടികളെല്ലാം. പൊടികൾ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ അപ്പം ഇളക്കി കൊടുക്കണം. കാരണം ശരിക്കും കരിഞ്ഞു പോകും.
അപ്പോൾ അതുകൊണ്ട് ഇത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം തന്നെയാണ് നല്ലത്. കണ്ട, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിനി ആ പുളിവെള്ളം ഒഴിക്കാം. പുളിയോടുകൂടി അതങ്ങോട്ട് ചട്ടിയിലേക്ക് ഒഴിക്കാം. ഞാൻ 2 കപ്പ് വെള്ളമാണ് എടുത്തത്. അതിൽ കുറച്ച് പുളിയിലേക്കും ഒഴിച്ചു, പിന്നെ ആ പൊടി നനച്ചതും ആ വെള്ളം കൊണ്ട് തന്നെയാണ്. ഈ അരപ്പ് കാണുമ്പോൾ തന്നെ അറിയാലോ നമ്മുടെ കറിയുടെ തിക്നെസ്. ഇതാ 2 കപ്പ് ബാക്കിയുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. കുറച്ചും കൂടെ വെള്ളം വേണം, കാരണം ഇതൊരു സൈഡ് ഡിഷ് അല്ല, മെയിൻ കറി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. തിളച്ച് വറ്റി വരുമ്പോൾ എന്തായാലും നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കും കറി. ഇപ്പം ഇങ്ങനെ വെള്ളം പോലെ കിടക്കണത് നോക്കണ്ട. ഇനി ഈ കറി ഒന്ന് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മീനിട്ടാൽ മതി. കറി ഒന്ന് ശരിക്കും ഒന്ന് തിളച്ച് വരട്ടെ. ഫ്ലെയിം കൂട്ടി തന്നെ നമുക്ക് വയ്ക്കാം. തിളച്ച് വരുന്നുണ്ട്, നമുക്ക് മീൻ അങ്ങോട്ടിടാം. കൈ കൊണ്ട് എടുത്തിടാം, കാരണം ആ പാത്രത്തിൽ കുറച്ച് വെള്ളം, മീനിൻ്റെ വെള്ളം ഊറിയിരിക്കേണ്ട, അത് അങ്ങോട്ട് ഒഴിക്കേണ്ട. അപ്പോൾ അത് കൈ കൊണ്ട് തന്നെ പെറുക്കി ഇടണേണ്. ഇനി നന്നായിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ നമുക്ക് സിമ്മിലിടാം. എന്നിട്ടൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ട് മീനൊക്കെ വെന്ത് കറിയൊക്കെ ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും താളിച്ചൊന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിൽ സാധനങ്ങളെല്ലാം തുടക്കം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഒന്നും ചേർക്കാനില്ല. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് മീനിൽ പിടിച്ച് നല്ല കറിയായിട്ട് ഇത് വരും. അപ്പോൾ നന്നായിട്ട് ഇത് തിളക്കുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇടാം. അതവിടെ കിടന്ന് ഇങ്ങനെ തിളച്ച് കറിയൊക്കെ കുറുകി വരും. നല്ല ടേസ്റ്റാണ് ഈ കറി. ഇത് തന്നെ നമ്മൾ മല്ലിപ്പൊടി കുറച്ച് അളവ് കുറച്ചെടുത്താൽ, ഇപ്പോൾ ഞാൻ 2 വലിയ സ്പൂൺ എടുത്തിരുന്നു. അത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കണമെങ്കിൽ നമുക്ക് മീൻ മുളകിട്ടതെന്ന് പറയില്ലേ, അതിനാണ് മീൻ മുളകിട്ടത്. അതിൻ്റെ മല്ലിപ്പൊടി കുറച്ചും കൂടി കൂടുതൽ എടുത്തപ്പോൾ നമ്മൾ സാധാരണ ഒരു തിക്കായ മീൻ കറിയായത്. അപ്പോൾ ചുവന്ന കളറൊന്നും അല്ല, കുറച്ച് ഡാർക്ക് കളറായിരിക്കും കറിക്ക് ഉണ്ടാവുക. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി കുറച്ച് നേരം ഇരുന്നാലേ ഇത് കറി തിക്കാവുള്ളൂ. ഇതേ നോക്കിയേ, കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും കറിയുടെ തിക്നെസ് കണ്ടാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഇപ്പോഴത്തേക്കും സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.